വെൽക്കം ടു ശ്രീഭുവനം ഫാമിലി. അപ്പോൾ നമ്മൾ ഇന്ന് വീണ്ടും ഒരു കുക്കിംഗ് വ്ളോഗായിട്ട് വന്നേക്കുവാണ്. അപ്പോൾ നമ്മൾ മുമ്പ് അമ്മൂമ്മയുടെ സ്പെഷ്യൽ നാരങ്ങ അച്ചാറിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നും അച്ചാർ തന്നെയാണ്, പക്ഷെ നമ്മൾ മാങ്ങ അച്ചാറാണ് ചെയ്യാൻ പോകുന്നത്. മോള് പറഞ്ഞതുപോലെ മാങ്ങ അച്ചാർ ഉണ്ടാക്കാൻ പോവുകയാണ്. സ്റ്റൗ കത്തിക്കുകയാണ്. ആദ്യം മുള എണ്ണ ഇങ്ങോട്ട് ആദ്യം എണ്ണ ഒഴിക്കണം. ചൂടാവട്ടെ. ആദ്യം കടുവിടണം. കടു ഇട്ട് മുളകിടുന്നു. പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, പച്ചമുളക് ഇത്രയും ഇതിനകത്ത് ഇടണം. എന്നിട്ട് നല്ലപോലെ ഇളക്കണം. കുറച്ച് നേരം എടുക്കുമ്പോൾ മൂത്ത് വരാൻ ചുമന്ന കളർ വേണം. നേരം പൊടികളെല്ലാം ചേർക്കാം. ഈ സമയത്ത് നമ്മൾ ലോ ഫ്ലെയിമിൽ വെക്കണോ ഹൈ ഫ്ലെയിമിൽ വെക്കണോ? ഇത് സ്റ്റവ് ചെറിയ ചൂടിൽ തന്നെ നമ്മൾ ചെയ്യണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. മോളെ ഇളക്കിക്കോ. മോള് പഠിക്കേണ്ടവളല്ലേ. സൂക്ഷിച്ചിളക്കണം. ഇല്ല, ചൂട മൂക്കണം. ചൂട മൂത്ത് കഴിയുമ്പോൾ നമ്മൾ പൊടിയൊക്കെ ചേർക്കും. നല്ല മണം വരണം. അതങ്ങനെ കറിവേപ്പിലയും എണ്ണയും പച്ചെണ്ണയൊക്കെ അല്ലേ, ഇതൊക്കെ നല്ല മണം വരും. പച്ചെണ്ണയ്ക്കകത്താണ് നമ്മൾ അച്ചാർ ഉണ്ടാക്കേണ്ടത് കേട്ടോ. വെളിച്ചെണ്ണ കുഴച്ചയത്തില്ല. പച്ചെണ്ണയ്ക്കകത്ത് അച്ചാർ ഉണ്ടാക്കിയാലേ തീരിക്കത്തുള്ളൂ കേട്ടോ. ഇനി ഇത് മൂക്കും. ഇനി നമ്മൾ ചെയ്യേണ്ട എന്തുവാണ്, എല്ലാ പൊടികളും ചേർക്കണം. മോള് ആദ്യം സാധാരണ മുളക് പൊടി, അത് 2 സ്പൂൺ ഇടണം കേട്ടോ. 2 സ്പൂണ്. അത് കഴിഞ്ഞിട്ട് കാശ്മീരി മുളക് പൊടി, അത് 3 സ്പൂൺ ഇടണം. ഇനി നമ്മൾ എടുക്കേണ്ടത് കായപ്പൊടി. കായപ്പൊടി അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് ഒരു മിനിമം വെച്ച് നമുക്ക് ഇടാം. കായം വേണ്ട, അങ്ങനെ ഒരു ഇതൊന്നുമില്ല കായപ്പൊടിക്ക്. ഇനി ഉലുവാപ്പൊടി എടുക്കുക. ഉലുവാപ്പൊടി കുറച്ച് കേട്ടോ. അല്ല, അത്രയും മതി. 1 സ്പൂണേ ഉലുവാപ്പൊടി ഉള്ളു. അത്ര ഇട്ടിട്ട് ഉപ്പ്, കുറച്ച് ഉപ്പിട്ടാൽ മതി. അമ്മമ്മ മാങ്ങ അതിൽ ഉപ്പിട്ട് വെച്ചിരിക്കുക, അതുകൊണ്ട് കുറച്ച് ഉപ്പിട്ടാൽ മതി കേട്ടോ. എത്ര മാങ്ങ ഉണ്ടോ അമ്മമ്മ? 2 കിലോ ഉണ്ട് മോളെ. ഉപ്പ് മാങ്ങ ചേർക്കണം. അത് കായപ്പൊടി ഇട്ടിട്ടുണ്ട്, ഉപ്പിട്ടിട്ടുണ്ട്, ഇച്ചിരി മുളക് പൊടി ഇട്ട് പെരട്ടി നമ്മൾ തലേന്ന് വെക്കണം. വെച്ചിട്ട് രാവിലെയാണ് ഈ അച്ചാർ ചെയ്യേണ്ടത്. എത്ര മാങ്ങയുണ്ട്? അത് 8 മാങ്ങ എടുത്തമ്മ, 2 കിലോ കേട്ടോ. ഇനി ഇതിനകത്ത് ഇത് ഇടട്ടെ അമ്മമ്മ. എന്താ ഞാൻ മാങ്ങയുടെ അച്ചാറുണ്ടാക്കുന്നത്. മോൾ വളർന്നു വരുമ്പടി കാണുമ്പോൾ തന്നെ കൊതിയായിരുന്നു. എൻ്റെ മോൾ വളർന്നു വരുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കണം കേട്ടോ. അമ്മ കാണുമോ? മക്കൾ ഇതെല്ലാം പഠിക്കണം.
നല്ല മണം വരുന്നുണ്ട്. കായത്തിൻ്റെ ഒക്കെ മണം, പച്ചെണ്ണ, കായത്തിൻ്റെ, കറിവേപ്പിലയുടെ എല്ലാം മണം നല്ല മണമല്ലേ. വെളുത്തുള്ളി എല്ലാം ഇടുന്നില്ലേ നമ്മൾ. അപ്പം മാങ്ങാച്ചാറിടുമ്പോൾ അങ്ങനെ എല്ലാം ചേർക്കണം, എന്നാലേ അത് കൊള്ളത്തുള്ളൂ. നമ്മൾ ഈ കാശ്മീരി മുളക് പൊടി ആയിട്ടായി കാണണം. മറ്റേ മുളക് പൊടി നമ്മൾ ചേർക്കത്തില്ല. ഇപ്പം അത് തകരാറില്ലേ നമുക്കൊക്കെ, തോനെ എരിയൊക്കെ കൂട്ടുന്നത്. ഇത് എരി കുറച്ചുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു. ഇത് പിന്നെ കളർ മാത്രമേ ഉള്ളൂ, തോനെ എരിയത്തില്ല. മക്കൾക്കൊക്കെ സ്കൂളിൽ ചോറൊക്കെ കൊണ്ടുപോകാം അല്ലേ. നമ്മളെ അച്ചാറ് ശരിയായി. ഇത്രയും പാടേ ഉള്ളു അച്ചാർ ചെയ്യുന്നതിന് അല്ലേ. മാങ്ങ അച്ചാർ റെഡി. കറിവേപ്പില ഇട്ടായിരുന്നു, എന്നാലും അച്ചാർ ഉണ്ടാക്കുമ്പോൾ ഭംഗിക്ക് വേണ്ടി മോളിൽ ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇടണം എനിക്ക്. അത് ഇടുകയാണ്. അമ്മ ഇന്നത്തെ 2 മാങ്ങയും കൂടെ കിടക്കും. അത് മക്കളും ഞെടിച്ചിട്ടോ, കുഴപ്പമില്ല. അമ്മ കൊതിയാവുന്ന എനിക്ക് ടേസ്റ്റ് ചെയ്യാൻ തരുമോ? അതിനെന്താ മക്കളെ, നമുക്കൊക്കെ തരാമല്ലോ. നല്ല ടേസ്റ്റ് ഉണ്ട്. അടിപൊളി. അടിപൊളി അടിപൊളിയായ മാങ്ങ പുളിയും ആ എരിവും ഒക്കെ നല്ല പോലെ ഇതിക്ക് പിടിച്ച് നല്ല സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മാങ്ങാച്ചാറിൻ്റെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും അച്ചാർ ഉണ്ടാക്കി നോക്കണേ. ബൈ.